ഒട്ടോമൻ സാമ്രാജ്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോക ചരിത്രത്തിൽ 600 വർഷത്തിലേറെ കാലം 3 ഭൂഖണ്ഡങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ച ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഒട്ടോമൻ സാമ്രാജ്യം. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം അനറ്റോളിയയിലെ ഒരു ചെറിയ ഗോത്രത്തലവനായ ഉസ്മാൻ ഗാസിയാണ് ഇതിന് അടിത്തറയിട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് എർദുഗുൾ ഗാസി കാട്ടിക്കൊടുത്ത പോരാട്ട വീര്യമാണ് പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക് ശക്തിയായി മാറിയത്. ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും ഒരുപോലെ ഭരിച്ച ഈ സാമ്രാജ്യം എങ്ങനെയാണ് ഇത്രയും കരുത്തരായത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുപോലത്തെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും അറിയാനും താല്പര്യമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. എന്റെ പരിമിതിക്കുള്ളിലുള്ള വിഷയമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഒട്ടോമൻ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരു അധ്യായമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വിജയം. 1453 മുമ്പ് ഈ നഗരം ബൈസന്റൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്നു, അതായത് ക്രിസ്തീയ ലോകമായ കിഴക്കൻ റോമൻ സാമ്രാജ്യം. ലോകത്തിന്റെ കണ്ണായ ഈ നഗരം കീഴടക്കാനാവാത്ത ഒരു കോട്ടയായിരുന്നു. എന്നാൽ 21-ാം വയസ്സിൽ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ, അതായത് മുഹമ്മദ് അൽ ഫാത്തി, ആ ചരിത്രം തിരുത്തി. മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ കപ്പലുകൾ കരയിലൂടെ നടത്തിച്ച് അദ്ദേഹം അസാധ്യമായത് സാധ്യമാക്കി. അതോടെ ബൈസന്റൻ സാമ്രാജ്യം അവസാനിക്കുകയും കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. എണ്ണമറ്റ യുദ്ധങ്ങളിലൂടെയും ഭരണ മികവിലൂടെയും സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റിന്റെ കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യം അതിന്റെ ഉച്ചിയിലെത്തി. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളും വിദേശ കടന്നുകയറ്റങ്ങളും സാങ്കേതിക വിദ്യയിൽ യൂറോപ്പിനോട് പിന്നിലായതും സാമ്രാജ്യത്തെ തളർത്തി. 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കൊപ്പം ചേർന്ന് ഒട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടു. ഒടുവിൽ 1922 സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിക്കുകയും 1923 മുസ്തഫ കെമൽ അത്താതുർക്കിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ തുർക്കി റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ നഗരം മുസ്ലിം ഭൂരിപക്ഷ തുർക്കിയുടെ അധികാരത്തിലാണ്. ഇവിടെയാണ് ഏറ്റവും നിഗൂഢമായ ചോദ്യം വരുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ കൈവശമുള്ള ഈ നഗരം ലോകാവസാനത്തിന് മുമ്പ് വീണ്ടും കീഴടക്കപ്പെടും എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട്. ഈ വിജയം വാളും പീരങ്കി കൊണ്ടുള്ളതാവില്ല, മറിച്ച് തക്ബീർ ധ്വനികൾ കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ലോകാവസാനത്തിന് തൊട്ടു മുമ്പ്, അതായത് ലോക മുസ്ലിങ്ങൾ നിരവധി ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്ന ആ കാലത്ത് ഇസ്തംബൂൾ മറ്റു ശക്തികളുടെ കൈവശമാവുകയോ അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് വലിയൊരു ആഭ്യന്തര മാറ്റം സംഭവിക്കുകയോ ചെയ്യാം. ആ സമയത്ത് ഈ നഗരം ഒരു ആത്മീയമായ ഉണർവിലൂടെ, അതായത് തക്ബീർ ധ്വനികളിലൂടെ വീണ്ടും യഥാർത്ഥ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എർദുഗുൾ ഗാസി മുതൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ വരെ നീളുന്ന ആ പോരാട്ടത്തിന്റെ കഥ ഇന്നും മുസ്ലിം ലോകത്തെ ആവേശഭരിതരാക്കുന്നു. ചരിത്രം അവസാനിച്ചിട്ടില്ല, അത് ഇന്നും തുടരുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇനിയുള്ള ചരിത്രം കാലം കരുതി വെച്ചിരിക്കുന്നത് എന്താകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.